ഹലോ മക്കളെ, നമ്മളിന്ന് സ്റ്റഡി ടൈമിൽ എടുക്കുന്നത് 5ാം ക്ലാസ്സിൻ്റെ അടിസ്ഥാന ശാസ്ത്രത്തിലെ 8ാമത്തെ പാഠഭാഗമാണ് കേട്ടോ. 8ാമത്തെ പാഠത്തിൻ്റെ ഫസ്റ്റ് പാർട്ട് ഇട്ടിട്ടുണ്ട്. ഇത് സെക്കൻഡ് പാർട്ടാണ്. 146ാമത്തെ പേജ് മുതലാണ് മത്സ്യങ്ങൾ കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ക്ലാസ്സിലേക്ക് കടക്കാം. അതിന് മുൻപായിട്ട് ഈ പ്രാണിയുടെ ശരീരം എന്നുള്ള ഭാഗം കഴിഞ്ഞ ക്ലാസ്സിലെടുത്ത സമയത്ത് അവയുടെ പ്രത്യേകതയിൽ, കണ്ണിൻ്റെ പ്രത്യേകതയിൽ 2 വലിയ ജോഡി കണ്ണ് എന്നുള്ളത് വലിയ ജോലി എന്ന് മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് വലിയ ജോഡി എന്നാണ്. അപ്പോൾ കമൻ്റായിട്ട് പിൻ ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് കേട്ടോ ഈ ഒരു ക്ലാസ്സിൽ പറയുന്നത്. അപ്പോൾ മക്കൾ അതൊന്ന് തിരുത്തി എഴുതണേ. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. മത്സ്യങ്ങൾ, ഫിഷസ് അല്ലേ. അപ്പോൾ മത്സ്യങ്ങളെക്കുറിച്ച് നോക്കാം. ജലജീവിതത്തിനായി മത്സ്യങ്ങൾക്കുള്ള അനുകൂലനങ്ങൾ നിങ്ങൾ പഠിച്ചതാണല്ലോ. എന്തെല്ലാമാണവ? വായുസഞ്ചി, അതായത് എയർ ബ്ലാഡർ, വ്യത്യസ്ത ആഴത്തിൽ നീങ്ങാൻ സഹായിക്കുന്നു, അതായത് മുകളിലേക്കും താഴേക്കും. ജലപരിസ്ഥിതിയിലെ മാറ്റങ്ങൾ തിരിച്ചറിയാൻ പാർശ്വരേഖകൾ സഹായിക്കുന്നു. പിന്നെയോ, ജലത്തിലൂടെ ചലിക്കുന്നതിന് ചിറകുകൾ സഹായിക്കുന്നു. ശരീരത്തെ സംരക്ഷിക്കുന്നതിനും ജലത്തിൻ്റെ ഘർഷണം കുറയ്ക്കുന്നതിനും ശൽക്കങ്ങൾ സഹായിക്കുന്നു. ജലത്തിനുള്ളിലെ ശ്വസനത്തിന് ചെകിളപ്പൂക്കൾ സഹായിക്കുന്നു. എങ്ങനെയാണ് മത്സ്യക്കുഞ്ഞുങ്ങൾ ഉണ്ടാവുന്നത്? മുട്ട വിരിഞ്ഞാണ് അല്ലേ. നമ്മുടെ നാട്ടിലെ മത്സ്യങ്ങൾ മുട്ടയിടുന്നത് ഏതെല്ലാം മാസങ്ങളിലാണ്? ജൂൺ ജൂലൈ മാസങ്ങളിലാണ് കേട്ടോ. കേരള തീരങ്ങളിൽ ജൂൺ ജൂലൈ മാസങ്ങളിൽ ട്രോളിംഗ് നിരോധനം ഏർപ്പെടുത്തുന്നത് എന്തിനാണ്? കൂട്ടുകാരുമായി ചർച്ച ചെയ്ത് നിങ്ങളുടെ നിഗമനങ്ങൾ ക്ലാസ്സിൽ അവതരിപ്പിക്കൂ. എന്തിനാ മക്കളെ? ജൂൺ മാസത്തിൽ കാലവർഷം എത്തുന്നതോടെയാണ് മത്സ്യങ്ങൾ പ്രജനനം നടത്തുന്നത്. മുട്ടയിടുന്ന ഈ സമയത്ത് അവയെ പിടിക്കുന്നത് മത്സ്യസമ്പത്ത് കുറയാനിടയാക്കും. അതിനാൽ ഈ സമയത്ത് മീൻ പിടിക്കുന്നത് എന്താണ്? നിയമവിരുദ്ധമാണ് കേട്ടോ. ഇനി ചില മത്സ്യങ്ങൾ അവയുടെ ശരീരത്തിനുള്ളിൽ വെച്ച് മുട്ട വിരിയിക്കുന്നു. ഇത്തരം മത്സ്യങ്ങൾക്ക് ഉദാഹരണങ്ങൾ കണ്ടെത്തി എഴുതൂ. ഏതൊക്കെയാണ് ശരീരത്തിനുള്ളിൽ വെച്ച് തന്നെ മുട്ട വിരിയിക്കുന്ന മത്സ്യങ്ങൾ? സ്രാവ് എക്സാമ്പിൾ തന്നിട്ടുണ്ട്. പിന്നെയോ, ഗപ്പി, മോളി, കാർഡിനൽ ഫിഷ്, ഗൗരാമി, ഒച്ചു മത്സ്യം കേട്ടോ. ഇനി അടുത്തത് എന്താണ്? ഊത്തക്കയറ്റം. എന്താണ് ഊത്തക്കയറ്റം എന്ന് പറഞ്ഞാൽ? ജൂൺ മാസത്തിൽ കാലവർഷം എത്തുന്നതോടെ പ്രജനനം നടത്തുന്നതിനായി മത്സ്യങ്ങൾ കൂട്ടമായി കൈത്തോടുകൾ, വയലുകൾ, ചെറു തടാകങ്ങൾ, കായലുകൾ തുടങ്ങിയ ജലാശയങ്ങളിലേക്ക് നടത്തുന്ന യാത്രയാണ് ഊത്തക്കയറ്റം എന്നറിയപ്പെടുന്നത്. മുട്ടയിടുന്നതിനായിട്ട് മത്സ്യങ്ങൾ ദേശാടനം നടത്തുന്ന ഈ സമയത്ത് അവയെ പിടിക്കുന്നത് മത്സ്യസമ്പത്ത് കുറയാനിടയാക്കും. ഈ സമയത്തെ മീൻപിടുത്തം നിയമവിരുദ്ധമാണ്. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞു. ഇനി താഴെ 2 മത്സ്യങ്ങളുടെ ചിത്രം തന്നിട്ടുണ്ട്. ഏതൊക്കെയാ? മുഷിയും മത്തിയാണ് അല്ലേ. ചിത്രത്തിലെ മത്സ്യങ്ങൾ നിങ്ങൾക്ക് പരിചിതമാണല്ലോ. ഇവയുടെ ആവാസം താരതമ്യം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കാനാണ്. അപ്പോൾ മുഷി മീനിനെ പറ്റിയിട്ടും മത്തിയെ പറ്റിയിട്ടും എഴുതണം. അപ്പോൾ മുഷീനത് നമുക്ക് ആദ്യം നോക്കാം. തടാകങ്ങൾ, നദികൾ, ചതുപ്പുകൾ തുടങ്ങിയ ശുദ്ധ ജലാശയങ്ങളിൽ മുഷി മത്സ്യം കാണപ്പെടുന്നു. ആഫ്രിക്കയും മിഡിൽ ഈസ്റ്റുമാണ് ഇവയുടെ ജന്മദേശമെങ്കിലും മത്സ്യകൃഷിയുടെ ഭാഗമായി മറ്റ് പ്രദേശങ്ങളിലേക്കും ഇവ എത്തിയിട്ടുണ്ട്. ഓക്സിജന്റെ അളവ് കുറഞ്ഞ ജലത്തിലും മുഷി വളരും. ഇനി മത്തിയുടേത് നോക്കാം. മത്തികൾ സാധാരണയായി ആഴം കുറഞ്ഞ സമുദ്രതീരത്തിനടുത്തുള്ള ഭാഗങ്ങളിൽ കാണപ്പെടുന്നു. അറ്റ്ലാന്റിക് സമുദ്രം, പസഫിക് സമുദ്രം, ഇന്ത്യൻ മഹാസമുദ്രം എന്നിവിടങ്ങളിലെല്ലാം മത്തി കാണപ്പെടുന്നുണ്ട്. അടുത്തത് എന്താണ്? ഉഭയജീവികൾ. ഇവിടെ ഒരു ചിത്രം തന്നത് നോക്കിക്കേ. ചിത്രത്തിലേക്ക് കാണിച്ചിട്ട് 2 കുട്ടികൾ എന്തോ പറയുന്നുണ്ട് അല്ലേ. എന്താണ്? നമ്മുടെ ആമ്പൽക്കുളത്തിൽ ഇതാ നിറയെ മീൻ എന്നൊരു കുട്ടി പറയാണ്. അപ്പോൾ മറ്റേ കുട്ടി എന്താ പറയുന്നത്? അത് മീനല്ല, വാൽമാക്രികളാണ്. വാൽമാക്രി എന്ന് പറഞ്ഞാൽ എന്താണ്? തവളയുടെ കുഞ്ഞുങ്ങൾക്കാണ് വാൽമാക്രികൾ എന്ന് പറയുക. കണ്ടാൽ മീനിനെ പോലെ തോന്നൂലേ ആ ചെറുപ്രായത്തിൽ. ഇനി ഇവിടെ തവളയുടെ ജീവിതചക്രം തന്നിട്ടുണ്ട്. അപ്പോൾ അത് നിരീക്ഷിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്തെല്ലാം മാറ്റങ്ങൾ വന്നാണ് വാൽമാക്രി പൂർണ്ണ വളർച്ചയെത്തിയ ഒരു തവളയായി മാറുന്നതെന്ന് കണ്ടല്ലോ. മക്കൾ ചിത്രത്തിൽ കണ്ടില്ലേ? ഓരോ രൂപത്തിൽ നിന്നും മാറി മാറി വന്ന് തവളയായിട്ട് മാറുന്നത്. ജലത്തിൽ ജീവിക്കുന്ന എന്തെല്ലാം അനുകൂലനങ്ങളാണ് വാൽമാക്രിക്കുള്ളത്? ഇവ ശ്വസിക്കുന്നത് എങ്ങനെയാണ്? ചർച്ച ചെയ്ത് നിങ്ങളുടെ കണ്ടെത്തലുകൾ ശാസ്ത്ര പുസ്തകത്തിൽ രേഖപ്പെടുത്തൂ. അപ്പോൾ എന്തൊക്കെയാണ്? വെള്ളത്തിൽ ജീവിക്കുന്ന ഒരു ഉഭയജീവിയാണ് വാൽമാക്രി. ചെകിളകളുടെ സഹായത്തോടെയാണ് ഇവർ ശ്വസിക്കുന്നത് കേട്ടോ. അപ്പോൾ ചെകിളയാണ് ഇവർ ശ്വസനത്തിന് സഹായിക്കുന്നത്. വളർച്ചയെത്തുന്നത് വരെ ഇവയ്ക്ക് കൈകാലുകൾ കാണപ്പെടാറില്ല. കണ്ടോ ചിത്രത്തിൽ മക്കൾ? ഒരു മീനിൻ്റെ ഒക്കെ പോലെ തന്നെയാണല്ലേ, കൈയും കാലും ഒന്നുമില്ല. വാലിൻ്റെ സഹായത്തോടെയാണ് ഇവ ജലത്തിലൂടെ സഞ്ചരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ജലത്തിൽ ജീവിക്കുന്നതിനുള്ള അനുകൂലനങ്ങൾ കേട്ടോ.
തവള പറയുന്നത് ശ്രദ്ധിക്കൂ. ജീവിതചക്രത്തിൻ്റെ ആദ്യഘട്ടം പൂർണ്ണമായും ജലത്തിലാണ്. ആദ്യം എന്താണ്? തവള മുഴുവനായിട്ട് ജലത്തിലാണ്, പുറത്തേക്കില്ല അല്ലേ. പിന്നെയോ വളർച്ചയെത്തിയ ഞങ്ങൾ കരയിലും വെള്ളത്തിലുമായി ജീവിക്കുന്നു. അപ്പോൾ ആദ്യം വെള്ളത്തിൽ തന്നെയാണ് അല്ലേ, ചെറുതാകുന്ന സമയത്ത് വെള്ളത്തിൽ തന്നെയാണ്. പക്ഷേ വളർച്ചയ്ക്ക് എത്തിയാൽ അവർക്ക് എന്താണ്? കരയിലും ജീവിക്കാം വെള്ളത്തിലും ജീവിക്കാം. ഞങ്ങൾ നട്ടെല്ലുള്ളവയാണ്. ഞങ്ങളെ ഉഭയജീവികൾ എന്നാണ് വിളിക്കുന്നത്. താഴെ എന്താ ചോദിച്ചിട്ടുള്ളത്? ഉഭയജീവികൾക്ക് ഒരു നിർവചനം എഴുതാൻ, അതായത് ഉഭയജീവികൾ എന്നാൽ എന്ത് എന്നുള്ളത് എഴുതാനാണ്. കരയിലും വെള്ളത്തിലും ജീവിക്കാൻ കഴിയുന്ന ജീവികളാണ് ഉഭയജീവികൾ എന്ന് പറയുന്നത്. കരയിലായിരിക്കുമ്പോൾ അവ ശ്വാസകോശം ഉപയോഗിച്ചും വെള്ളത്തിലായിരിക്കുമ്പോൾ അവ ത്വക്ക് ഉപയോഗിച്ചുമാണ് ശ്വസിക്കുന്നത്. ത്വക്ക് എന്ന് പറഞ്ഞാൽ സ്കിന്ന്, തൊലിയാണ് കേട്ടോ. ഇനി സിസിലിയനുകൾ. കേരളത്തിൽ കണ്ടുവരുന്ന മറ്റൊരു ഉഭയജീവി വിഭാഗമാണ് സിസിലിയനുകൾ. പ്രാദേശികമായി ഇവ കുരുടികൾ എന്നും അറിയപ്പെടുന്നുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ കുരുടികൾ എന്നാണല്ലേ പറയുക. കണ്ണുകൾ സുതാര്യമായ ത്വക്കുകൊണ്ട് മൂടിയിരിക്കും. പലപ്പോഴും ഇവയെ പാമ്പുകളായി തെറ്റിദ്ധരിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് കണ്ടാൽ നമുക്ക് പാമ്പിൻ്റെ കുഞ്ഞുങ്ങളായിട്ടൊക്കെ തോന്നൂലേ, പക്ഷേ ഇത് കുരുടികളാണ് കേട്ടോ. ഇതും ഒരു ഉഭയജീവിയാണ്. അടുത്തത് ഉരഗങ്ങൾ. നമ്മൾ ഉഭയജീവികളെക്കുറിച്ച് പഠിച്ചു. ഇനി ഉരഗങ്ങൾ. ഞങ്ങളെല്ലാം മുട്ടയിട്ട് കുഞ്ഞുങ്ങളെ വിരിയിക്കുന്നവരാണ്. നമ്മുടെ നാട്ടിൽ കാണുന്ന ചില ജീവികളുടെ ചിത്രങ്ങൾ നോക്കൂ. അവ ഏതെല്ലാമാണെന്ന് എഴുതൂ. ഏതൊക്കെയാണ്? പാമ്പുണ്ട്, പല്ലി, ഉടുമ്പ്, അരണ, ഓന്ത്, ആമ, മുതല അല്ലേ. ഈ ജീവികളുടെ പൊതു സവിശേഷതകൾ എന്തെല്ലാമാണ്? മുട്ടയിട്ട് സന്താനോൽപാദനം നടത്തുന്നു, ശ്വാസകോശം ഉപയോഗിച്ച് ശ്വസിക്കുന്നു, ശീതരക്തജീവികളാണ്, ചർമ്മം നല്ല കട്ടിയുള്ളതാണ്, പുറംതൊലി ശൽക്കങ്ങളായി മാറിയിരിക്കുന്നു. അടുത്തത് പാമ്പുകൾ. അയ്യോ ഞങ്ങളെ ഉപദ്രവിക്കല്ലേ എന്നല്ലേ, പാമ്പുകളെ രണ്ടുപേരെ അടിക്കാൻ പോവുക. അപ്പോൾ എന്താണ് പാമ്പുകൾ എന്താ ചിന്തിക്കുന്നത്? അയ്യോ ഞങ്ങളെ ഉപദ്രവിക്കല്ലേ എന്ന്. ഉരഗവർഗത്തിൽപ്പെട്ട ജീവികളാണ് പാമ്പുകൾ. അപ്പോൾ നമ്മൾ ഉരഗങ്ങളെക്കുറിച്ചാണല്ലേ പഠിക്കുന്നത്. ആ ഒരു വർഗത്തിൽപ്പെട്ട ഒന്നാമത്തെ ജീവിയാണ് ഏത്? പാമ്പ്. നമ്മുടെ നാട്ടിൽ കാണുന്ന ഏതെല്ലാം പാമ്പുകളുടെ പേരുകൾ നിങ്ങൾക്കറിയാം? ഇവിടെ ഒന്ന് തന്നിട്ടുണ്ട്. അണലി, മൂർഖൻ, രാജവെമ്പാല, വെള്ളിക്കെട്ടൻ, മലമ്പാമ്പ്, ചേനത്തണ്ടൻ, ചുരുട്ടമണ്ഡലി അല്ലേ. ഇതിൽ തന്നെ എല്ലാ പാമ്പുകൾക്കും വിഷമുണ്ടോ? ഇല്ല അല്ലേ. വിഷമില്ലാത്ത പാമ്പുകൾ ഏതൊക്കെയാണ്? ചേരയുണ്ട്, മലമ്പാമ്പ്, നീർക്കോലി. ഇനി വിഷപ്പാമ്പുകൾ. കേരളത്തിൽ സാധാരണയായി കാണുന്ന വിഷപ്പാമ്പുകളെ തിരിച്ചറിയാനുള്ള സൂചനകൾ നോക്കൂ. ആദ്യത്തേത് മൂർഖനാണ് അല്ലേ. വികസിപ്പിക്കാവുന്ന പത്തിയും അതിൻ്റെ പിൻഭാഗത്ത് പരസ്പര ബന്ധിതമായ 2 വളയങ്ങളും, കഴുത്തിന് താഴെ കുറുകയായി വീതിയുള്ള 2 വളയങ്ങൾ ചിത്രത്തിൽ കാണുന്നില്ലേ, അതുപോലെ. ഇനി രാജവെമ്പാല എന്ന് പറയുന്നത് പത്തിയിൽ തെളിഞ്ഞ് കാണുന്ന ഈ ഒരു അടയാളം, 5 മീറ്റർ വരെ നീളം, ശരീരത്തിൻ്റെ മുൻഭാഗത്ത് വളയങ്ങൾ, വാലിന് നല്ല കറുപ്പ്. പിന്നെ ശംഖുവരയൻ, അതായത് വെള്ളിക്കെട്ടൻ എന്ന് പറയുന്നത് ശരീരത്തിന് കുറുകെ തെളിഞ്ഞ വെള്ള വരകളാണ്, കറുത്തിരുണ്ട നിറമാണ് ഉള്ളത്. അടുത്തത് അണലി. അണലിയാണ് ചേനത്തണ്ടൻ എന്ന് പറയുന്നത്. ത്രികോണാകൃതിയിലുള്ള വലിയ തലയാണ്, ശരീരത്തിൽ ചങ്ങല പോലെയുള്ള പുള്ളികൾ കാണാം. പിന്നെ കടൽപ്പാമ്പ്, വലകടി എന്ന് പറയും. വാല് പരന്നതും തുഴയുടെ ആകൃതിയിലുള്ളതുമാണ്, പുറത്ത് വൃത്താകൃതിയിലുള്ള ഇരുണ്ട വളയങ്ങൾ. ഇതൊക്കെ നിങ്ങൾക്ക് പാമ്പുകളുടെ പേരുകളുടെ ലിസ്റ്റിലേക്ക് എഴുതാട്ടോ. അപ്പോൾ കൂടുതൽ പാമ്പുകളും എന്താണ്? വിഷമില്ലാത്തവയാണ് കേട്ടോ. കേരളത്തിൽ കാണുന്നവയിൽ ആകെ 5 ഇനം പാമ്പുകൾക്കേ വിഷമുള്ളൂ. ഇനി നമ്മൾ പാമ്പ് കടി ഏറ്റാൽ എന്താണ് ചെയ്യേണ്ടത്? ആദ്യം തന്നെ കടിയേറ്റ ഭാഗത്ത് മുറിവുണ്ടാക്കുകയോ വിഷം വലിച്ചെടുക്കാൻ ശ്രമിക്കുകയോ നമ്മൾ ചെയ്യരുത്. പിന്നെയോ കടിയേറ്റയാളെ പരിഭ്രമിപ്പിക്കരുത്, സമാധാനിപ്പിച്ച് ശാന്തത പാലിക്കാൻ സഹായിക്കണം. നമ്മളിങ്ങനെ പേടിപ്പിക്കരുത്. പിന്നെയോ ഉടനെ ആശുപത്രിയിൽ എത്തിക്കുകയും വേണം. പിന്നെ പാമ്പുകളുടെ പാരിസ്ഥിതിക പ്രാധാന്യം എന്തെല്ലാമെന്ന് ചർച്ച ചെയ്ത് കുറിപ്പ് തയ്യാറാക്കൂ. തവള, എലി തുടങ്ങിയ ജീവികൾ അധികമായി പെരുകാതെ ഇവ ആവാസ വ്യവസ്ഥയുടെ സന്തുലിതാവസ്ഥ നിലനിർത്തുന്നു. കഴുകൻ പോലുള്ള ജീവികൾക്ക് ഭക്ഷണമാകുന്നു.
അടുത്തത് എന്താണ്? തൂവൽ കുപ്പായക്കാർ. പക്ഷികളുടെ സവിശേഷതകൾ എന്തെല്ലാം എന്ന് പഠിച്ചിട്ടുണ്ടല്ലോ. നിങ്ങൾക്ക് ഏതെല്ലാം പക്ഷികളെ തിരിച്ചറിയാനാവും? എഴുതി നോക്കൂ. നിങ്ങളുടെ പരിസരത്തുള്ള ഏതെങ്കിലും 5 പക്ഷികളെ നിരീക്ഷിച്ച് അവയെക്കുറിച്ച് ശാസ്ത്ര പുസ്തകത്തിൽ എഴുതൂ. എന്തെല്ലാം കാര്യങ്ങൾ നിങ്ങൾ നിരീക്ഷിക്കണം? തൂവലുകളുടെ പ്രത്യേകത, കൂട്, കാലിൻ്റെ പ്രത്യേകത, കൊക്കിൻ്റെ പ്രത്യേകത, ആഹാരം, വലുപ്പം, പക്ഷിയുടെ നിറം, പിന്നെയോ ആകൃതി അല്ലേ. അടുത്തത് സസ്തനികൾ. മുയൽ, പൂച്ച, അതുപോലെ തന്നെ പന്നി, എരുമ, പശു, നായ ഇവയുടെയൊക്കെ ചിത്രം കൊടുത്തിട്ടുണ്ട്. ഇവ എന്താ പറയുന്നത്? ഞങ്ങൾക്കെല്ലാം പൊതുവായ ചില സവിശേഷതകളുണ്ട്. എല്ലാവർക്കും ഒരുപോലെയുള്ള കുറച്ച് സവിശേഷതകളുണ്ട്. എന്തെല്ലാമാണെന്ന് പറയാമോ എന്ന്. അപ്പോൾ ഇവർക്കൊക്കെ എന്താണ്? ചെവിക്കുട ഉണ്ട്, നട്ടെല്ലുണ്ട്, രോമമുണ്ട്, ഹൃദയത്തിന് 4 അറകളുണ്ട്, ഉഷ്ണരക്തജീവികളാണ്, പാലുൽപാദന ഗ്രന്ഥികളുണ്ട്, ചെവിയിൽ കേൾവിയെ സഹായിക്കുന്ന 3 എല്ലുകൾ, പിന്നെ സ്വേദഗ്രന്ഥികൾ ഉണ്ട്. സസ്തനികൾ എന്ന് പറഞ്ഞാൽ എന്താണ്? കുഞ്ഞുങ്ങളെ പ്രസവിച്ച് പാലൂട്ടി വളർത്തുന്ന ജീവികളാണ് സസ്തനികൾ. ഇനി ഇവരും സസ്തനികൾ ആരൊക്കെയാ? തിമിംഗലം, ഡോൾഫിൻ, വവ്വാൽ, നീർനായ. ഇവയുടെ പ്രത്യേകതകൾ ചർച്ച ചെയ്ത് കുറിപ്പ് തയ്യാറാക്കൂ. തിമിംഗലവും ഡോൾഫിനും സമുദ്രജീവികളാണ്. വവ്വാൽ പറക്കാൻ കഴിവുള്ള സസ്തനിയാണ്. നീർനായയ്ക്ക് കരയിലും വെള്ളത്തിലും ജീവിക്കാനായിട്ട് സാധിക്കും. ഈ 4 ജീവികളും കുഞ്ഞുങ്ങളെ പ്രസവിച്ച് പാലൂട്ടിയാണ് വളർത്തുന്നത്. ചില സസ്തനികൾ എന്താണ്? വളർത്തുമൃഗങ്ങളാണ് അല്ലേ. എന്തെല്ലാം ആവശ്യങ്ങൾക്കാണ് നമ്മൾ വളർത്തുമൃഗങ്ങളെ വളർത്തുന്നത്? മാംസത്തിന്, പാലിന്, രോമത്തിന്, പിന്നെ നമുക്ക് പശുവൊക്കെ ആണെങ്കിൽ എന്താണ്? വളമൊക്കെ കിട്ടുന്നുണ്ട് അല്ലേ. അങ്ങനെ വീണ്ടും നമുക്ക് കുറച്ച് കാര്യങ്ങൾ കൂടെ ഒക്കെ എഴുതാം. അടുത്തത് വളർത്തുമൃഗങ്ങൾ ഉപകാരികളാണെങ്കിലും അവയിൽ നിന്നും മനുഷ്യർക്ക് രോഗങ്ങൾ പകരാറുണ്ടല്ലോ. ഏതെല്ലാം രോഗങ്ങളെന്ന് കണ്ടെത്തി എഴുതൂ. നായയിൽ നിന്ന് നമുക്ക് എന്ത് വരാം? പേവിഷബാധ വരാം അല്ലേ. നായ കടിച്ച മറ്റ് ജീവികളിൽ നിന്നും നമുക്ക് വരാം. പിന്നെയോ എലിപ്പനി, പക്ഷിപ്പനി, ആന്ത്രാക്സ്, ബ്രൂസെല്ല എന്നിവയൊക്കെ രോഗങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. ഇനി വളർത്തുമൃഗങ്ങളുമായി ഇടപഴകുമ്പോൾ എന്തെല്ലാം മുൻകരുതലുകൾ നമ്മൾ എടുക്കണം? ഇവിടെ തന്നിട്ടുണ്ട്. വളർത്തുമൃഗങ്ങൾക്ക് വാക്സിൻ എടുക്കണം. പിന്നെയോ വളർത്തുമൃഗങ്ങളുടെ കൂട് വൃത്തിയായി സൂക്ഷിക്കുക. വളർത്തുന്ന മൃഗങ്ങളെ എപ്പോഴും വൃത്തിയോടെ സൂക്ഷിക്കുക. വളർത്തുമൃഗങ്ങളുടെ നഖങ്ങളും മുടിയും വെട്ടി ഒതുക്കുക. ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഒരു ജീവിയെ വളർത്തുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ. ഇനി നട്ടെല്ലുള്ള ജീവികൾ ഏതൊക്കെയാണ്? മത്സ്യങ്ങൾ, ഉഭയജീവികൾ, ഉരഗങ്ങൾ, പക്ഷികൾ, സസ്തനികൾ എന്നീ വിഭാഗങ്ങളിലെ ജീവികൾക്കെല്ലാം എന്തുണ്ട്? നട്ടെല്ലുണ്ട് അല്ലേ. ഇനി അടുത്തത് ഏതാണ്? അന്യം നിൽക്കുന്ന ജീവികൾ, അതായത് നമ്മൾ കാണാണ്ടാവുന്ന, ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന ജീവികൾ. ഭൂമിയിൽ മുമ്പുണ്ടായിരുന്ന പല ജീവികളും പല കാരണങ്ങളാൽ ഇല്ലാതായിട്ടുണ്ട്. അതിൽ അതിശൈത്യം, വരൾച്ച, ഉൽക്കാപതനം, രോഗവ്യാപനം, അഗ്നിപർവ്വത സ്ഫോടനം തുടങ്ങിയ കാരണങ്ങൾ മനുഷ്യൻ്റെ നിയന്ത്രണത്തിലുള്ളവയല്ല. എന്നാൽ ജീവികളുടെ വംശനാശത്തിൻ്റെ പ്രധാന കാരണങ്ങളിലൊന്നായ ആവാസ വ്യവസ്ഥയുടെ നാശത്തിൽ മനുഷ്യനും പങ്കുണ്ട് അല്ലേ. പ്രകൃതിയായിട്ട് വരുന്ന സംഭവങ്ങളൊന്നും നമ്മളല്ല കാരണക്കാരല്ലേ. അത് നമ്മുടെ നിയന്ത്രണത്തിലല്ല. പക്ഷേ ആവാസ വ്യവസ്ഥയുടെ നാശത്തിൽ മനുഷ്യനും പങ്കുണ്ട്. മനുഷ്യൻ്റെ ഏതെല്ലാം പ്രവർത്തനങ്ങളാണ് ജീവികളുടെ ആവാസ വ്യവസ്ഥയെ ഇല്ലാതാക്കുന്നത്? നിങ്ങളുടെ ചുറ്റുപാടും ഇത്തരം പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടോ? ചർച്ച ചെയ്യൂ. വനനശീകരണം, മലകളും കുന്നുകളും ഇടിച്ചു നിരത്തൽ, വയലുകൾ നികത്തൽ, അമിതമായി രാസവള കീടനാശിനികൾ പ്രയോഗിക്കൽ തുടങ്ങിയ ഒട്ടേറെ കാര്യങ്ങൾ കൊണ്ട് നമ്മുടെ ചുറ്റുപാടുമുള്ള പല ആവാസ വ്യവസ്ഥകൾ നശിക്കുകയും ഒട്ടേറെ ജീവികൾ വംശനാശ ഭീഷണി നേരിടുകയും ചെയ്യുന്നുണ്ട്. ആവാസ വ്യവസ്ഥകളുടെ പുനഃസ്ഥാപനം നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഇതിനായി എന്തെല്ലാം ചെയ്യാൻ കഴിയും? നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ക്ലാസ്സിൽ അവതരിപ്പിക്കൂ. അതിനു വേണ്ടിയിട്ട് മുകളിൽ പറഞ്ഞിട്ടുള്ള ഇത്തരം കാര്യങ്ങൾ ചെയ്യാതിരിക്കുകയും ആളുകൾക്ക് ഇതേക്കുറിച്ചുള്ള ബോധവൽക്കരണം നൽകുകയും വഴി നമുക്ക് ഈ ആവാസ വ്യവസ്ഥകളുടെ പുനഃസ്ഥാപനം പ്രാബല്യത്തിൽ വരുത്താവുന്നതാണ്. ഇനി വംശനാശ ഭീഷണി നേരിടുന്ന കേരളത്തിലെ ചില ജീവികളെ പരിചയപ്പെടൂ. കൂടുതൽ ഉദാഹരണങ്ങൾ കണ്ടെത്തൂ. ഒന്നാമത്തേത് ഏതാണ്? കടുവ ചിലന്തി. പിന്നെയോ മണവാട്ടിത്തവള, ഈനാമ്പേച്ചി. പിന്നെ ഏതൊക്കെയാ? ബംഗാൾ കടുവയും വംശനാശ ഭീഷണി നേരിടുന്ന ഒരു ജീവിയാണ് കേട്ടോ. അടുത്തത് ജീവികളും അന്ധവിശ്വാസങ്ങളും. ചിത്രത്തിലെ ജീവികളെ കണ്ടല്ലോ. വെള്ളിമൂങ്ങ, ഇരുതലമൂരി, നക്ഷത്രയാമ, പിന്നെയോ
സർപ്പം അല്ലേ? ഈ ജീവികളെക്കുറിച്ച് തെറ്റായ പല ധാരണകളും നമ്മുടെ നാട്ടിലുണ്ട്. ഇത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങൾ എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടാക്കുക? സാമ്പത്തിക ചൂഷണം, ജീവികളുടെ വംശനാശം, വേട്ടയാടൽ തുടങ്ങിയവയൊക്കെ പ്രശ്നങ്ങളാണ് അല്ലേ? അപ്പോൾ ഇത്രയാണ് ഈ ഒരു പാഠഭാഗത്തുള്ളത്. മക്കൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ബാക്കി പ്രവർത്തനങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് സ്റ്റഡി ടൈമിൻ്റെ മറ്റൊരു ക്ലാസ്സിൽ കാണാം.